പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ്നാട് നിയമസഭയിലേക്ക്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും കടന്നാക്രമിക്കുകയായിരുന്നു ഇന്ന് നിയമസഭയിൽ തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായ ജോസഫ് വിജയ്. അദ്ദേഹം ഒരു കഥ കൂടി പറഞ്ഞു. ഒരു കുട്ടിക്കഥ ചൊല്ലട്ടുമാ? അതായത് ഈ കൊളത്തൂർ മണ്ഡലത്തിലെ സ്റ്റാലിന്റെ തോൽവി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സിനിമാ സ്റ്റൈലിൽ വിജയുടെ ഒരു കുട്ടിക്കഥാവതരണം. ആരുടെയും ഔദാര്യത്തിലല്ല, ജനങ്ങളുടെ അനുമതിയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചതെന്നാണ് വിജയ് പറഞ്ഞത്. നമുക്കത് കേൾക്കാം. இவ்வளவு பெயின்ஃபுல்லான நம்ம பொலிட்டிக்கல் டிராவல்ல நம்மளோட மிகப்பெரிய ஆறுதலும் பலமும் என்ன தெரியுமா? என் நெஞ்சில் குடியிருக்கும் என்னோட தமிழ்நாட்டு மக்களும் என் உயிருக்கு உயிரான என்னோட தோழர்களும் தான். 1977ல முன்னாள் முதல்வர் மாண்புமிகு புரட்சித் தலைவர் MGR அவர்கள் தலைமையில் அமைஞ்ச மிக சாமானியர்களோட ஆட்சி மாதிரி இதோ இன்னைக்கு அதே வரிசையில் 2026 சட்டமன்ற தேர்தலில் இந்த விஜயோட தோழர்கள் இடம்பெற்ற ஒரு மிக மிக சாமானியர்கள். ശരി, ആ കഥ നമുക്ക് ഇപ്പോൾ അദ്ദേഹം സഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കാണിക്കാൻ പറ്റുന്നത്. ആ കഥയിലേക്ക് നമുക്ക് വരാം. സോന, ഈ കഥ എന്താണ് പറഞ്ഞത് എന്ന കാര്യവുമായിട്ട് നമുക്കിപ്പം ചേരുന്നുണ്ട്. സോന, ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ആ വിഷ്വല് പ്രേക്ഷകരിലേക്ക് കറക്റ്റായിട്ട് എത്തിപ്പിക്കാൻ പറ്റിയില്ല, പക്ഷേ പറയേണ്ട കാര്യങ്ങളൊക്കെ ഒരു കഥയിലൂടെ വെടിപ്പായിട്ട് വിജയ് പറഞ്ഞിരുന്നു സഭയിൽ. തീർച്ചയായും ഗവർണറുടെ ഈ നയപ്രഖ്യാപനത്തിന് പിന്നാലെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലായിരുന്നു വിജയ് ഈ DMKയും വലിയ രീതിയിൽ പരിഹസിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതിൽ. അതിൽ പ്രധാനപ്പെട്ടതായും DMKയുടെ അഴിമതി ആരോപണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. DMK പണത്തിന് വേണ്ടി സീറ്റ് വിൽക്കുന്നതാണെങ്കിൽ TVK നിരവധി തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു ഭരണകൂടമാണ്. അതുപോലെ തന്നെ TVK ഈ ക്രമസമാധാനത്തെ പറ്റിയൊക്കെ TVK വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. അപ്പം ഏതാനും ദിവസം പ്രായമുള്ള ഒരു ഭരണകൂടത്തിന് ഇത്രയും നാളത്തെ വലിയൊരു അനാസ്ഥ പെട്ടെന്ന് പരിഹരിക്കാനാവില്ല എന്ന തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും TVK കടന്നു വന്ന വഴികളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിജയ് പറയുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമാകുന്നത്. അതിൽ ഏറ്റവും ഒന്നാണ് സേതു പറഞ്ഞത് ഒരു കുട്ടിക്കഥ സൊല്ലുട്ടുമ എന്നുള്ള കാര്യം. വിജയ് നിയമസഭയിൽ പറയുകയാണ്, ഒരു കുട്ടിക്കഥ സൊല്ലുട്ടുമ എന്ന് പറഞ്ഞൊരു കഥ പറയുകയാണ്. അത് പറയുന്നത് ഒരു വൃദ്ധന്റെയും ഒരു കുട്ടിയുടെയും കഥയാണ്. പക്ഷേ അതിൽ സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു. അതായത് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നു, അച്ഛന്റെ തോൽവിയെ, അതായത് സ്റ്റാലിന്റെ തോൽവിയെ പേരെടുത്ത് പറയാതെ വിമർശിച്ച് ഒരു കഥ പറയുകയായിരുന്നു വിജയ് അവിടെ ചെയ്തത്. മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ആക്ഷൻ കാണിക്കുകയാണ് വിജയ്. സ്പീക്കറുടെ അനുമതിയോടെ ഒരു ആക്ഷൻ കാണിക്കട്ടെ എന്ന് ചോദിക്കുന്നു. സ്പീക്കർ അനുമതി നൽകുന്നു. അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നു, കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നു. ആ ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാലിൻ ഈ ഇലക്ഷന്റെ സമയത്ത് കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഭജനത്തിനൊക്കെ ശേഷം പുറത്തിറങ്ങി കഴിയുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ഒരു ആക്ഷനാണ്. അതായത് എല്ലാം ഒത്തുതീർപ്പായി, എല്ലാം ഓക്കെ എന്നുള്ളൊരു ആക്ഷൻ. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു വിജയ് അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുകയും അതിന് TVK MLAമാർ വലിയ രീതിയിൽ കൈയടി നൽകിക്കൊണ്ട് സ്വീകാര്യത നൽകുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള വാക്പോരാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം ഉദയനിധി സ്റ്റാലിൻ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് വിജയ് നിയമസഭയെ ഒരു ഷൂട്ടിംഗ് സ്പോട്ടാക്കി മാറ്റിക്കഴിഞ്ഞു. തിരക്കഥയുമായാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ എത്തുന്നത്. അതുപോലെ തന്നെ വിജയുടെ വ്യക്തിപരമായ ജീവിതത്തെയും കൂടെ കടന്നാക്രമിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മറുപടി കൂടെ ഉദയനിധി സ്റ്റാലിൻ നൽകുകയുണ്ടായി. അതായത് ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഭർത്താവിനെ തിരിയുന്ന ഭാര്യയുടെ കഥ തമിഴ്നാട്ടിലെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വിജയ് കൂടുതലൊന്നും അതിനെപ്പറ്റി പറയാൻ വരണ്ട എന്നുള്ള രീതിയിൽ വ്യക്തിപരമായ രീതിയിലും വലിയ രീതിയിൽ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നിയമസഭയിൽ വലിയ രീതിയിലുള്ള വാക്പോരിനാണ് തമിഴ്നാട് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഓക്കെ സോന, ശരി. അപ്പോൾ അങ്ങനെയായിരുന്നു സഭയിൽ. അത് ശരിക്കും ഭയങ്കര രസമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കുട്ടിക്കഥ ചൊല്ലി എല്ലാവരും, അതായത് DMK അവിടെ നിന്ന് ബഹിഷ്കരിച്ചു, അവരെ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയതിന് ശേഷമാണ് വിജയ് ശരിക്കും സ്പീക്കറോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ശരിക്കും ഒരു കുട്ടിക്കഥ ചൊല്ലട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിജയ് ആ കാര്യങ്ങൾ പറയുന്നത്. ഭയങ്കര രസമായിരുന്നു. നമുക്ക് ആ വിഷ്വൽ മാറിപ്പോയി. ഇനി അത് എത്തിക്കാം, പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിന് മുൻപ്